നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളതെല്ലാം കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. മാർക്കറ്റ് ഇന്ന് ഫ്ലാറ്റ് ആയിരിക്കുന്നു. ഇൻഫാക്ട് നെഗറ്റീവ് ആയിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഇന്നലത്തെ പോലെ കുറേ ചാൻസ് കിട്ടും. ഇത് കാരണം നിങ്ങൾ ബോളിനെ കൺസിസ്റ്റൻ്റ് തട്ടിക്കൊണ്ടേയിരിക്കണം. 1-2 1-2 എന്ന് സ്വർണ്ണം വന്നിട്ട് 8750 വാങ്ങാൻ പറഞ്ഞായിരുന്നു നിങ്ങളടുത്ത്. ഇന്നലെ ഈവനിങ് വന്ന് 9100, ഇപ്പോൾ വന്നിട്ട് 9075. ഇത് കാരണം നിങ്ങൾ സ്വർണത്തിനെ കുറിച്ച് വിഷമിക്കേണ്ട. സ്വർണം പോസിറ്റീവായി തന്നെ ഇരിക്കും. ഡോളർ ക്രാക്ക് ആകുന്ന സമയത്തിൽ സ്വർണത്തിൻ്റെ വില കയറും. ഇതിൽ എനിക്കൊരു മാറ്റുകരുത്തുമില്ല. ഗ്ലോബലി വന്ന് എന്തായിരിക്കുന്നു എന്ന് വെച്ചാൽ തായ്വാനീസ് കറൻസി, തായ്വാനീസ് ഡോളർ 3 ദിവസത്തിൽ 14% കയറിയിട്ടുണ്ട്. ഇത് വന്നിട്ട് അൺപ്രസിഡന്റ് മൂവ്. നോർമലായിട്ട് ഇവർ ഡോളറിൻ്റെ അഗെയിൻസ്റ്റായിട്ട് ഹെഡ്ജിലായിരിക്കും. ഒരു പെഗിനെ മെയിൻറ്റെയിൻ ചെയ്യും. 3 ദിവസത്തിൽ 14% കയറിയിട്ടുണ്ടെങ്കിൽ ഡോളറിൻ്റെ വീക്ക്നെസ് ഏഷ്യക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഹോങ്കോങ് ഡോളറും US ഡോളറും പെക്കിലിരിക്കണം. ആ പെഗും പ്രഷറിലിരിക്കുന്ന കാരണത്താൽ ലോക്കൽ കറൻസീനെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ടു കീപ് ദി ഡോളർ പെഗ് അലൈവ്. എന്തെന്ന് വെച്ചാൽ ഡോളർ വളരെ സ്ട്രെസ്സിലിരിക്കുന്നു. സോ ഹോങ്കോങ്ങിൻ്റെ സെൻട്രൽ ബാങ്കിങ് അതോറിറ്റിയും കറക്റ്റീവായിട്ട് ആക്ഷൻസ് എടുത്ത് മാർക്കറ്റിൽ ഹോങ്കോങ് ഡോളറിനെ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഓവറോളായിട്ട് നിങ്ങൾ നോക്കിയാൽ ഡോളർ വീക്ക്നെസ് ഹോങ്കോങ്ങിലും തായ്വാനിലും കാണാൻ പറ്റുന്നു. ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ചൈന കൺട്രോൾ ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ചൈനീസ് തിരറി വിച്ച് ഇസ് നോട്ട് ഇൻ ചൈനീസ് കൺട്രോൾ വന്ന് ഇത് രണ്ടും നമുക്ക് നോക്കാൻ പറ്റുന്നു. തായ്വാനിൽ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഒരുപാട് ഡോളേഴ്സ് ഇരിക്കുന്നു. ആൻഡ് ഡോളറിൻ്റെ വാല്യൂ വില തുടങ്ങിയ അവരെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കൊക്കെ അൺഹെഡ്ജ്ഡ് ഡോളർ പൊസിഷൻ ഇരിക്കുന്നു. ഇത് കാരണം അവർ ഡോളറെ വാങ്ങുന്നു. ഹെഡ്ജ വാങ്ങി പൊസിഷൻ അവർ ശരിയാക്കുന്ന കാരണത്താൽ തന്നെ ഈ സർജ് ഫാം ആകുന്നു എന്ന് പറയുന്നു. ഇത് മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലാൻഡ്, സിംഗപ്പൂർ അവിടെയൊക്കെ ഇത് സ്പ്രെഡായെങ്കിൽ ഏഷ്യൻ കറൻസീസ് റിവേഴ്സി വരാനും പോസിബിലിറ്റീസ് ഇരിക്കുന്നു. ഇതൊക്കെ വളരെ ഇയർലി ഡേയ്സാണ്. ഇത് തായ്വാനിൽ നടക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പക്ഷേ ഇത് വന്നിട്ട് പാൻ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റിനെ അഫക്റ്റ് ആക്കുന്നു എന്നത് തവിർത്ത് ഇന്നും ഈക്വിറ്റി മാർക്കറ്റിൽ സ്പിൽ ഓവർ ആകുന്നില്ല. നിങ്ങളെ തായ്വാൻ സർജിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സർജസിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇത് വന്നിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് റേറ്റിനെ കുറിച്ചും തായ്വാൻ ഫോറക്സ് റേറ്റിനെ കുറിച്ചും ഞാൻ പറഞ്ഞായിരുന്നു. അടുത്തതായിട്ട് സുമിറ്റോമോ കോർപ്പറേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടൊപ്പം ഒരു ഡീൽ സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നു. ആ കൺസാർഷ്യമിൻ്റെ അടുത്ത് ഒരു 33% ഇരിക്കുന്നു. അതിൽ SBI അടുത്ത് ഒരു 23%, ഈ മറ്റേ ബാങ്കിൻ്റെ അടുത്തൊക്കെ ഒരു 10%. വളരെ നന്ദിയെന്ന് പറഞ്ഞ് വാങ്ങി വയ്ക്കാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം 24% ഓപ്പൺ ഓഫർ ട്രിഗർ ആകും. ഈ ഓപ്പൺ ഓഫറിലെയും ഫുൾ സെറ്റിൽ വേണം. സോ 26 + 30 മൊത്തം 51%. അതിൻ്റെ ശേഷം 7% വിൽക്കണം. ഇത് തന്നെ ഇപ്പോൾ ഉള്ള സുമിറ്റോമോ കോർപ്പറേഷൻ്റെ ഡീലിംഗ്. ഇപ്പോൾ യെസ് ബാങ്ക് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ, ഇതൊന്നും വിശ്വസിക്കേണ്ട എന്നാണ് പറയുന്നു. നിന്നെ രക്ഷിക്കാൻ വന്നതാ തലയിൽ തുന്തനെ ഇട്ടുകൊണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കയറുന്നില്ല. ഒരു ജപ്പാൻകാരൻ വന്ന് നിങ്ങളെ വാങ്ങിക്കുന്നു എന്ന് പറയുന്നു. ഓണർ വന്നിട്ട് വിൽക്കാൻ വില സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ല ഞാൻ വിൽക്കുന്നില്ല എന്ന് സൗണ്ട് തരണതിൽ എന്ത് യൂസ്? ലാസ്റ്റായിട്ട് നിന്നെ വിറ്റതിന് ശേഷം പറയും ഓലാറെ ഓണർ പെർമിഷൻ കൊടുക്കാൻ പറഞ്ഞായിരുന്നു, അത് കൊടുത്തു. പക്ഷേ നീ സംസാരിക്കാതെ ഒരു സൈഡിൽ ഒതുങ്ങി അങ്ങനെ ഇരിക്കണം. അടുത്തതായിട്ട് ഒരു പബ്ലിക് സെക്ടർ ബാങ്ക്, അതായത് ഈ യൂണിയൻ ബാങ്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരേ ഒരു സ്പെഷ്യൽ ബുക്കിന് 7 കോടി രൂപ കൊടുത്ത് വാങ്ങി എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പണം 7 കോടി, നിങ്ങൾ ഷെയർ ഹോൾഡറെങ്കിൽ ഇത് കാരണമാണ് ഞാൻ പറയുന്നു പബ്ലിക് സെക്ടർ ബാങ്കിൽ ഷെയർ ഹോൾഡിംഗ് ഒന്നും വച്ചിരിക്കരുതെന്ന്. അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നഷ്ടം. ഇത് ബുക്കിന്ന് ഡീറ്റെയിൽഡായി പറയാം. പക്ഷെ ഞാൻ അത് പറഞ്ഞാൽ പോളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ പറയും. ചെയ്ത് നോക്കാം. ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഏത്തർ കടന്നിടത്തിൽ തന്നെ കിടക്കുന്നു. അതും വായ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കാതെ ഷഹർവാനെ വിളിച്ച് വാന്ന് പറഞ്ഞ് കെട്ടിപ്പിടി വൈദ്യം ചെയ്യാന്ന് വിളിക്കുന്നു. ഇപ്പോൾ അടുത്തത് ഭാവേഷിൻ്റെ ഒപ്പം ഞാൻ കോമ്പറ്റീഷൻ ഇടാൻ മോട്ടോർ സൈക്കിൾ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ സ്കൂട്ടറെ നമുക്ക് കറക്റ്റായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. ആ വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ അഹം ഇയാൾ മോട്ടോർ സൈക്കിൾ റിലീസ് ചെയ്യാൻ പോയിരിക്കുന്നു. അടുത്തത് ടാറ്റ മോട്ടോഴ്സിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ അപ്രൂവൽ കൊടുത്തു. അതായത് ടാറ്റ കൊമേഴ്ഷ്യൽ വെഹിക്കിളും ടാറ്റ പാസഞ്ചർ വെഹിക്കിളിനെയും പിരിക്കാം എന്ന്. അങ്ങനത്തെ അപ്രൂവൽ ഞങ്ങളും കൊടുത്തു, അവരും അതിന് എടുത്തുമായിരുന്നു. ദിസ് ഈസ് വെരി ക്ലിയർ. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തിൽ നിങ്ങൾക്ക് ലെറ്റർ അയക്കും, നിങ്ങൾ ഷെയർ ഹോൾഡറെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതുവരെ വന്ന ലെറ്റേഴ്സൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റേഴ്സിനെ നിങ്ങൾ വിളിച്ച് ചോദിക്കും. അതിനെ അവർ മെയിലി അയച്ചു വയ്ക്കും. പിന്നീട് ഇതന്നെ ഏത്തർ വന്നിട്ട്
ഹീറോയ്ക്ക് പോകാൻ എല്ലാ വേലയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പവൻ എന്നുവെച്ചാൽ വെയിറ്റിൽ ഇരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു പ്രോഡക്റ്റ് വെക്കാൻ കിട്ടുമെന്ന് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ സ്മാൾ ക്യാപ്പിൻ്റെ അടുത്ത് പോകണ്ട പോകണ്ട എന്ന് പറയുന്നു. നിങ്ങളും അത് കേൾക്കണത് പോലെ ഇല്ല. സിനോപ്റ്റിക്സ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനി ഇങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യും, അങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യുമെന്ന് പറഞ്ഞ് IPOയിൽ തലയിട്ട് അവർ വാങ്ങിയായിരുന്നു. കാശിനെടുത്ത് പോക്കറ്റിൽ ഇട്ടതിൻ്റെ ശേഷം സിബി വന്നിട്ട് നീ കാശിനെ എടുത്തു, തെറ്റ് അതിനെ തിരികെ എന്ന് പറഞ്ഞായിരുന്നു. അവൻ എങ്ങനെ കൊടുക്കും? അവൻ കൊടുക്കത്തില്ല, ഓടി തന്നെ പോകും. ഇത് കാരണം സിനോപ്റ്റിക്സിൽ ഇട്ടവർക്കൊക്കെ കഷ്ടമെന്നാണ് മാത്രം നമുക്കറിയാൻ പറ്റുന്നു. ഇത് കാരണം നെയ്തർ നല്ല ഗുഡ് ന്യൂസ് വന്നാലും ശരിയില്ല, നല്ല ബാഡ് ന്യൂസ് വന്നാലും രണ്ടിനെയും നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യണം. വിഷ്ണു വന്നിട്ട് 3 ചോദ്യം വച്ചിട്ടുണ്ട്. അതിനെ ചോദിക്കും, അതിൻ്റെ ശേഷം നോക്കാം. നമസ്കാരം. നിങ്ങൾ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സെറ്റ് ഓഫ് ചോദ്യം മാത്രം ഇന്ന് ചോദിച്ച് നമ്മൾ ഉത്തരം വാങ്ങാം സാറിന്. സർ, ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് ഒരുപാട് ദിവസം കൊണ്ട് കമന്റ്സിൽ ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോഴാണ് പാസഞ്ചർ വെഹിക്കിളിനെയും കമേഴ്ഷ്യൽ വെഹിക്കിളിനെയും പിരിക്കുമെന്ന്. ഇപ്പോൾ അതിന് ഷെയർ ഹോൾഡർ അപ്രൂവൽ കിട്ടിയാൽ ഇതിന്റെ ശേഷം എന്ത് നടക്കും സർ? സ്കീം ഓഫ് അലൈൻമെന്റ് വരും. മാർക്കറ്റിനെ വിട്, നിങ്ങൾ 2 തനി ഷെയറായിട്ട് ലിസ്റ്റ് ആകുന്ന ഇല്ല 3 ഷെയർ ലിസ്റ്റ് ആകുന്ന എന്ന് നോക്കണം. വൺ വേ ഇസ് ടു സ്പ്ലിറ്റ് ദ 2 കമ്പനീസ് സെപ്പറേറ്റ്ലി. രണ്ടുമേ ഓൺഡ് ബൈ ടാറ്റ സോൺസ്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ, ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് പറഞ്ഞ 2 കമ്പനി ആകും അല്ലേ? 2 കമ്പനി ആകും. ബട്ട് മോർ ലൈക്ലി എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു വെച്ചാൽ, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനി ഇരിക്കും. ടാറ്റ പാസഞ്ചേഴ്സ് ഒരു തനി കമ്പനി ആയിരിക്കും. ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒരു തനി കമ്പനി ആയിരിക്കും. രണ്ടും മാർക്കറ്റിൽ ലിസ്റ്റ് ആകും. പ്ലസ് ഈ ബജാജ് ഫൈനാൻസ് ഒക്കെ ഇതൊക്കെ തന്നെ ചെയ്തത് ഈ ഹോൾഡിംഗ് കമ്പനിയും ലിസ്റ്റ് ആകും. ബട്ട് ഇതിൽ എന്താണ് ഈ ഹോൾഡിംഗ് കമ്പനി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ, ഇതിൽ 2 വാല്യുബിൾ ബിസിനസ് ഇരിക്കുന്നു. ടാറ്റ ടെക്നോളജീസിൻ്റെ ഷെയർസ് ഇരിക്കുന്നു. അതേസമയം അവർക്ക് 5% ഓഫ് ടാറ്റ ക്യാപിറ്റൽ സ്റ്റേക്ക് ഇരിക്കുന്നു. അത് എവിടെയാണ് അവർ പാർക്ക് ചെയ്യുന്നു എന്നൊന്നും നോക്കണം. അത് കാരണം ഇതിനെ സെൻറ്ററിൽ പാർക്ക് ചെയ്തു അതിനെ 4 സബ്സിഡറി ആക്കും. ഓക്കെ, ഇപ്പൊ ആസ് ആൻ ഇൻവെസ്റ്റർ ആയിട്ട് ഞാൻ ടാറ്റ മോട്ടോഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പേഴ്സണൽ ആയിട്ട് ഞാൻ ടാറ്റ മോട്ടോഴ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റഡ് ചെയ്യുന്നത് പാസഞ്ചർ വെഹിക്കിൾ ചെയ്യണോ, കമേഴ്ഷ്യൽ വെഹിക്കിൾ ചെയ്യണോ, ഇല്ല രണ്ടിനെയും ഈക്വലാ നോക്കണോ? ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷന് 2 ഈക്വലായിട്ട് ചെയ്യണം. വൺസ് ലോഞ്ച് ആയതും 2 ഈക്വലാ ചെയ്യണം. കമേഴ്ഷ്യൽ വെഹിക്കിളാണ് ഇപ്പോൾ ഡോമിനൻറ്റ് പൊസിഷൻ. ഇവിടെ ഡോമിനൻറ്റ് പൊസിഷനേ ഇല്ല. ഇവിടെ പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ടൈം ആകും. ടാറ്റ പാസഞ്ചർ വെഹിക്കിളിൽ 3നും 2നും പൊസിഷൻ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഈവൻ മഹീന്ദ്ര ഈ സഡൻലി ഓവർടേക്കിംഗ് ഹിം. അതൊക്കെ ഡിഫൈനായി മാരുതി നമ്പർ 1 ഇത് നമ്പർ 2 എന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് അതിന് തന്നെ വാല്യൂ കൊടുക്കും. മാർക്കറ്റ് കമേഴ്ഷ്യലിന് വണ്ടി കൊടുക്കത്തില്ല. ആ വാല്യൂഷന് ഇവിടെ കുറവായിട്ട് വന്നെങ്കിൽ സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ. ഓക്കെ സർ, ഇപ്പൊ മഹീന്ദ്ര വന്നിട്ട് കമേഴ്ഷ്യൽ വെഹിക്കിളിൽ അവർ വലിയ ലെവലിൽ വരാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ തിരികെ പറയുന്നു, മഹീന്ദ്രയിൽ എന്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരേ കമ്പനി എല്ലാത്തെയും വെച്ചിട്ടുണ്ട്. അത് ഒരു പ്രോബ്ലമിൽ തന്നെ തീരും. ഇതിനാമേ തനിയായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കണം. മഹേന്ദ്ര ആൻഡ് പാർട്ട്ണർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഒന്നിട്ട് ഈ മറ്റ് സ്റ്റോക്കിനൊക്കെ അയാൾ ഡയലൂട്ട് ചെയ്തിരിക്കുന്നു. പക്ഷെ അത് അങ്ങനെ ചെയ്തില്ല. ഓക്കെ സർ, എത്ര IPO വന്നിട്ടുണ്ട്, വേണ്ട ഈ IPO സെറ്റാകത്തില്ല എന്ന് നിങ്ങൾ പലവട്ടം നമുക്ക് പറഞ്ഞായിരുന്നു. നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ കേൾക്കാർ ആ IPOയിൽ ഇടിപ്പോ അലേർട്ടായി. ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ വിറ്റുകൊണ്ട് വെളിയിൽ വരട്ടാ? വിറ്റോണ്ട് വെളിയിൽ വരാനതേ ഒരു ഓപ്ഷൻ, അതല്ലാതെ വേറൊന്നുമില്ല. വിറ്റോണ്ട് ലോസിനെ ബുക്ക് ചെയ്ത ഈ പോട്ട കാശിന് ഹീറോ മോട്ടോർ കാർപ്പിൽ ഇട്ട് വെക്കാം. പോയ ലോസ് ഒരു ഷെയറിന് 30-40 രൂപയിലോട് തീരട്ട്. ശരി തന്നെ, അത് ഡെഫിനറ്റ് ആയിട്ട് വീഴും. വീഴുന്നാൽ ഇന്നും വീഴും, നിങ്ങളെ കരയും. എന്താകുമെന്ന് വെച്ചാൽ, സ്കൂട്ടറെ അവർക്ക് കറക്റ്റായി ഓട്ടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഞാൻ മോട്ടോർ സൈക്കിളിന് പോകുന്നു പറഞ്ഞപ്പോൾ ഇത് കാരണം അയാൾ വന്നിട്ട് നമ്പർ 4 പൊസിഷനിൽ ഇരിക്കുന്നു നമ്പർ ഓഫ് ഡെലിവറീസിൽ. സോ ഇയാളെ മേളിൽ ഇപ്പം നമ്മൾ കൈവയ്ക്കുന്നത് വളരെ റിസ്ക്കാണ്. ഓക്കെ സർ, ഈ സെബി വന്നിട്ട് ഈ സിനോപ്റ്റിക് സ്റ്റിക്കിന്റെ പ്രൊമോട്ടേഴ്സിനെ വന്നിട്ട് ട്രേഡിംഗിൽ ഇരുന്നും എല്ലാത്തിലും ഇരുന്നും റീഫ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് എന്തെന്ന് മുഖ്യമായിട്ട് നോക്കേണ്ടത് കാര്യം എന്തെന്ന് വെച്ചാൽ, FOCL എന്ന് പറയുന്ന ആൾ മെർച്ചന്റ് ബാങ്ക് അവർ ഇതിനു മുമ്പേ കൊണ്ടുവന്ന 20 IPOനെയും ലാസ്റ്റ് 3 years ഇരിക്കുന്ന എല്ലാ IPOനെയും എടുത്ത് ഇതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ സിവിയർ എടുത്ത് പറഞ്ഞവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നടന്നിരിക്കുന്നു. അതെ, ഇത് വന്നിട്ട് ഡെഫിനറ്റ് ആയിട്ട് സ്മോൾ ക്യാപ്പിനെ അവോയ്ഡ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൂ സ്മാർട്ടിനെ ഓവറായിട്ട് ഹൈപ്പപ്പ് ചെയ്ത് ആ സ്റ്റോക്കിന്റെ വിലയിന് 1000ന്റെ മുകളിൽ കൊണ്ടുപോയി. ഇന്ന് അതിൻ്റെ ആക്ച്വൽ നെറ്റ്വർക്ക് 0. അവൻ എങ്ങനെയോ ബാങ്കിൽ സെറ്റിൽമെന്റ് വാങ്ങും, ബട്ട് ഓവറോൾ ആയിട്ട് നെറ്റ്വർക്ക് 0. സർ, ഇപ്പൊ എന്റെ ചോദ്യം, യാർ ആ IPOന് അകത്ത് കൊണ്ടുവരണോ, ആ മെർച്ചന്റ് ബാങ്ക് വരെ നമ്മൾ നോക്കണമാ? ബോസ്, IPOയിൽ ഇടാതെ അൺനെസസറി ആ ടാറ്റ IPO വേറെ IPOയിലൊന്നും ഇടണ്ട. നിങ്ങളെ പറ്റിക്കും. മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ
ഒരുമാതിരി നിർത്തി വച്ചിരുന്നതിന് തിരിച്ച് മാസം 12,000 കോടി വന്നിട്ട് സ്മാൾ ക്യാപ്പിൽ ഇടുന്നത് വലുതായിട്ട് അടിപ്പെടും ഈ സ്മാൾ ക്യാപ്പ്. ഓക്കെ സർ, ഇന്ത്യ വന്നിട്ട് പാകിസ്ഥാനിന്റെ മുകളിൽ അറ്റാക്ക് ചെയ്തിരിക്കും. രാവിലെ ഇത് നടന്നിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇനി വരുന്ന കാലങ്ങളിൽ ഈ പതറ്റമായ സിറ്റുവേഷനിൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും റിഫ്ലക്ട് ആകുമോ? ആദ്യമായിട്ട് ആ അറ്റാക്കറിനെ നമ്മൾ വെൽക്കം ചെയ്യണം. എന്തെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇരിക്കത്തില്ല, തിരിച്ച് നമ്മൾ ബതിലടി കൊടുക്കുമെന്ന് അവർക്ക് അറിയണം. ഇപ്പോൾ എന്താകുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ പാകിസ്ഥാൻ തിരികെ ഇതിനോടെ അങ്ങനെ സമാധാനത്തോടെ വിട്ടുവെങ്കിൽ സെറ്റിൽ ചെയ്താൽ ഇല്ല പാകിസ്ഥാൻ തിരികെ ഇന്ത്യയുടെ മേളിൽ ഗുണ്ടിടുമോ എന്ന് ചോദ്യം നമ്മുടെ അടുത്തുണ്ട്. പാകിസ്ഥാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുണ്ടിടും അങ്ങനെയാണ് പറയുന്നത്. ഇന്നൊരു കാര്യം പാകിസ്ഥാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 48 hours അവർ എയർ സ്പേസിനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. സോ ഏത് പ്ലെയിൻ അകത്ത് വന്നെങ്കിലും അതിനെല്ലാം ചൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യൻ പ്ലെയിൻസ് അതിൻ്റെ അടുത്ത് പോകത്തില്ല. ഫോറ പ്ലെയിൻസിനെ എല്ലാത്തെയും അതൊരു ഒഫൻസീവ് അറ്റാക്ക് തന്നെ അവർ നോക്കും. ഇപ്പോൾ ഇതിൽ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളെ ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്ക്സ്, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാത്തിനും ഫോൺ പേരിക്കും ഇന്ന് എന്ത് നടന്നാലും മാർക്കറ്റിന് വില വയ്ക്കരുത് എന്ന്. സോ അവരവിടെ വാങ്ങിക്കൊണ്ടിരിക്കും. ഇത് കാരണം തന്നെ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്നു. അതേസമയം FIS എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കണം. FIS ഉച്ചയ്ക്ക് ശേഷം തന്നെ ആക്റ്റീവ് ആകും. അവർ അരി വാങ്ങുന്ന സമയത്തിൽ എന്താകും എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇതൊരു ചേർതനല്ലോ അവൻ അതിനെങ്ങനെ റീഡ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ബദൽ താക്കുതൽ കൊടുത്തിട്ട് അവർ സൈലൻ്റ് ആയിട്ട് വിടും. പാകിസ്ഥാൻ അല്ലെങ്കിൽ തിരികെ നമുക്ക് വലുതായിട്ട് അറ്റാക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു സിറ്റീനെ ടാർഗറ്റ് ചെയ്തുവെങ്കിൽ അപ്പോൾ ഈ ന്യൂസ് ഭയങ്കര വലുതാകും. അപ്പോൾ ഇത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ സർ, പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു അതിന്റെ അനുസരിച്ച് തന്നെ മാർക്കറ്റിന്റെ റിയൽ ട്രെൻഡ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ സാർ. ഇപ്പോൾ ഇതുവരേക്കും മ്യൂച്വൽ ഫണ്ട് വാങ്ങും, FII കുറച്ച് വിൽക്കും, അത്രയും തന്നെ ഇരിക്കും. പാകിസ്ഥാൻ അറ്റാക്സ് വിത്തിൻ 48 hours there will be development in market. ഓക്കെ സർ, ഫൈൻ. സോ ഇന്ന് വന്നിട്ടുള്ള ന്യൂസിന് അനുസരിച്ച് ഇത് തന്നെ ചോദ്യങ്ങൾ. യെസ് ബാങ്കിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് സാറും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതും അല്ലാതെ നിങ്ങൾക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാം. അതിനെയും നമുക്ക് സാറ്റർഡേ സൺഡേ ചോദ്യങ്ങളും ചോദിച്ച് സാറിന്റെ അടുത്ത് നിന്ന് ഞാൻ ഉത്തരം വാങ്ങിച്ചു തരാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോണെയും ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോയിനെ നിങ്ങളെ ബന്ധക്കാർക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പൈസ ബോൾത്ത ഹേ എന്ന ഹിന്ദി ചാനലും മണി മാത്തലു എന്ന് പറയുന്ന കന്നഡ ചാനലും ഉണ്ട്. മണി മാത്തു എന്ന് പറയുന്ന തെലുങ്ക് ചാനലും വേറെ ഭാഷക്കാർ ഫ്രണ്ട്സ് ആൻഡ് ബന്ധക്കാരുണ്ടെങ്കിൽ അവർക്കും അതിനെയും ഷെയർ ചെയ്ത് നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.